ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിന് മുമ്പായിട്ട് നമ്മൾ 1 മിനിറ്റിൽ ടൈം ഫ്രെയിം ഉപയോഗിച്ചിട്ടുണ്ട്, 5 മിനിറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അധികം സിഗ്നൽസും വരത്തില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ലോസ് ഒക്കെ ഒഴിവാക്കിയിട്ടല്ലോ, ഫേക്ക് സിഗ്നൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 15 മിനിറ്റ് ടൈം ഫ്രെയിം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിളിക്കുക 9061973737 വിളിക്കുക. ഡയറക്റ്റ് വരെ ഇൻട്രസ്റ്റ് ഉള്ള വിളിക്കുക. ഡയറക്റ്റ് നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഡെമോ എടുക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 15 മിനിറ്റ് ടൈം ഫ്രെയിം ഉപയോഗിച്ച് നമ്മൾ ഓപ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് റേറ്റിംഗ് വേണ്ടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 16,164 മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഈ ഓരോ വൈറ്റ് വേർട്ടിക്കൽ ലൈൻ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, അത് ഓരോ ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സിഗ്നൽ നമുക്ക് 15 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ ഈസ് ഈക്വൽ ടു 15 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ സൈഡ് വേസ് മാർക്കറ്റൊക്കെ വരുമ്പോൾ അത് ഇതിനകത്ത് അധികം എഫക്റ്റ് വരത്തില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഫേക്ക് സിഗ്നൽസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നലേ വന്നിട്ടുള്ളൂ. ഗ്രീൻ അപ്പേരെ നമ്മുടെ ബൈസിക്കിളാണ്. ആ സിഗ്നൽ വന്ന ശേഷം നമ്മൾ നോക്കുക, അതൊരു 10 മണിയായപ്പോൾ മേളിൽ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് ആ സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അലേർട്ട് മെസ്സേജിലും സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് വരും. അതുപോലെ മെയിലിൽ എഴുതി കാണിക്കും. 18,119 നമുക്ക് ബൈസിക്കിൾ വന്നിട്ടുണ്ട് 10 മണിക്ക്. അപ്പോൾ നമുക്ക് ബൈ വന്നിരിക്കുന്ന റേറ്റ് നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ബൈ ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ഫാസ്റ്റ് എക്സിക്യൂഷനാണ് വേണ്ടത് എപ്പോഴും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മാർക്കറ്റിൻ്റെ റേറ്റ് ആ ഒരു ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് നേരത്തെ നിങ്ങൾക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആകത്തില്ല, പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ 18,119 ഇന്ന് 19 നമുക്ക് ബൈ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ സ്ട്രൈക്ക് എടുക്കുമ്പോൾ ആ ചാർട്ട് നമ്മൾ 15 മിനിറ്റിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ 17,900 എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 17,900 കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. അപ്പോൾ നോക്കിയാൽ അവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, അവിടെ നമുക്ക് ബൈ കാണിച്ചിട്ടുണ്ട്. ആ ബൈ വന്നിരിക്കുന്നത് നമുക്ക് ബൈ സിഗ്നൽ വന്നതിന് നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ എടുക്കണം. നമ്മളെപ്പോഴും പറയുന്നുണ്ട് സിഗ്നൽ വന്നിരിക്കുന്നത് ഈ ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ താഴത്തെ ബാർ നോക്കിയാൽ മതി. അവിടെ എന്തായിരിക്കണം, അത് ഗ്രീൻ ആയിരിക്കണം ആൻഡ് പ്രൈസ് ബൈ സോൺ ആയിരിക്കണം. നമുക്ക് രണ്ട് കൺഫർമേഷൻ ആവശ്യമാണ്. 2 കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. 229.45 നമുക്ക് ട്രേഡ് വന്നത്. 229.45 10 നമുക്ക് ബൈ വന്നു. അതിന് താഴെ നോക്കിയാൽ 263, 293, 310 നല്ല രീതിയിലുള്ള ഒരു ഒരു ലോട്ടിൽ നോക്കുകയാണെങ്കിലും 1500, 1700 മേഖലയിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് വരും ഒരു ടാർഗറ്റിൽ നിന്ന്. അപ്പോൾ 15 മിനിറ്റിലൊക്കെ നമുക്കൊരു ഇതുപോലെ നല്ല ട്രേഡ് വന്നാൽ ഒരൊറ്റ ട്രേഡ് മതി നമുക്ക് ആ ഒരു. അതുപോലെ തന്നെ കുറേ സൈഡ് വേസിലൊക്കെ നമുക്ക് 5 മിനിറ്റിലും 1 മിനിറ്റിലൊക്കെ ഒരുപാട് ഇത് വരത്തില്ല, ഒരുപാട് എക്സ്ട്രാ സിഗ്നൽസ് കയറി വരത്തില്ല. അതൊക്കെ കുറേ നമുക്ക് 15 മിനിറ്റിൽ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമുക്ക് ബൈ വന്നിരിക്കുന്നത് 229.45. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻ ദ മണിയിൽ എടുത്തത് 17,900. നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഏത് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. 17,900 ബൈ എടുത്തിരിക്കുന്നത്. ബൈ നമുക്ക് വന്നിരിക്കുന്നത് 229.45. അതിൻ്റെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 263.90 ആയിരുന്നു. അത് ഓൾറെഡി വന്നിട്ടുണ്ട്. മാർക്കറ്റ് കയറിയിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഇതുവരെ 269.55 വരെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും ഇനി കയറാനുള്ളതാണ്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിഫ്റ്റി അതിൻ്റെ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്താണ് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും മേലോട്ട് കയറാനുള്ള ചാൻസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അധികം റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റിൽ നിന്ന് ഒരു ലോട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോട്ട് എല്ലാവരും ഒരു ലോട്ടിലെല്ലാം ഫ്രഷേഴ്സ് അല്ലാതെ ആൾക്കാരെല്ലാം ലോട്ട് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി നമുക്കിത് പ്രോഫിറ്റ് തന്നെയാണ്. പിന്നെ നമ്മളധികം റിസ്ക് എടുക്കണമെങ്കിൽ ആ ഒരു ക്ലോസ് ചെയ്തേക്കുക, ആ ഒരു ട്രേഡ് അവിടെ ക്ലോസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ നിഫ്റ്റി നിങ്ങളുടെ ഏതാണ് അണ്ടർലൈൻ അസറ്റ് അത് 15 മിനിറ്റിലോട്ട് എടുക്കുക. നമ്മൾ എടുക്കുന്ന ഏത് സ്ട്രൈക്കാണ് ആ സ്ട്രൈക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ആ സിഗ്നൽ ഫോളോ ചെയ്യുന്ന എല്ലാ മെത്തേഡും സെയിം തന്നെയാണ്. സിഗ്നൽ വരണം, അത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്തേച്ചാൽ മതി. ഇതൊന്നുകൂടെ പറഞ്ഞ് നിർത്താം. നിഫ്റ്റിയിൽ നമുക്ക് നിഫ്റ്റി 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ അവിടെ ബൈ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 18,119 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തത് 17,900 ആണ്.
അതിൽ നമുക്ക് ഇതുപോലെ ബൈ സിഗ്നൽ കാണിക്കണം. പിന്നെ നമുക്കിവിടെ കൺഫർമേഷൻ 2 കൺഫർമേഷൻ ഉള്ള അത് താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ബൈ വന്ന ശേഷം പിന്നെ പ്രൈസ് ബൈ സോൺ ആണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നോളും. നമ്മൾ ജസ്റ്റ് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതിവിടെ കൺഫേം ആയിരുന്നു. ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് ടാർഗറ്റിലോട്ട് വരാനുള്ള ചാൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് കയറുന്നത്. 268 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് 291 ആണ്. അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്നാണ് ആദ്യം പറഞ്ഞ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവായിട്ട് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവായിട്ട് വരാൻ, അതായത് ഡയറക്റ്റ് വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.